Sing that shit. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന 10th സ്റ്റാൻഡേർഡ് CBSEയിലെ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രിയുടെ MCQ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഞാൻ 2 പാർട്ടായിട്ടാണ് ഈ കോർഡിനേറ്റ് ജോമെട്രി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The coordinates of the point which is equidistant from the three vertices of the triangle AOB shown in the figure is. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയും ബിയും സിയും, അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 വേർട്ടീസസ് ആണ് എയും ബിയും, സിയോ ഓയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ 3 വേർട്ടീസസിൽ നിന്നും ഇക്വി ഡിസ്റ്റൻസ് ആയിട്ട് ഒരു പോയിന്റ്, ഇക്വി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സെയിം ഡിസ്റ്റൻസ്, അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഒരെണ്ണം എടുക്കാം. ഇത് പി ആയിട്ട് എടുക്കാം. ഇതിന്റെ കോർഡിനേറ്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്ക് എ കോമ ബി ആയിട്ട് നമുക്ക് എടുത്തിട്ട് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. ഇതെന്ന് പറയുമ്പോൾ 0 0 ആയിരിക്കും. ഓക്കെ, ഒറിജിൻ ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ഇനി നമ്മളിത് ചെയ്യുമ്പോൾ പിയിൽ നിന്നും എയിലോട്ടുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്നും ബിയിലോട്ടുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്നും ഓയിലോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഡിസ്റ്റൻസ് ഫോമിൽ വെച്ച് ഓരോന്ന് കണ്ടുപിടിച്ചാൽ പോരെ. നമുക്ക് ആദ്യം പി എ നോക്കാം. പി എ അതായത് root of x2 minus x1 the whole square plus y2 minus y1, അതായത് എക്സിന്റെ ഡിഫറൻസ് a minus 0 the whole square plus yയുടെ ഡിഫറൻസ് b minus 2y the whole square is equal to. ഇനി പി ബി എന്ന് പറയുമ്പോൾ പി ബി വേണമെങ്കിൽ എടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, പി ഒ എടുക്കാം. അതാകുമ്പോൾ ഇവിടെ വലിയ കോൺഫ്ലിക്ട്സ് ഒന്നും വരില്ല. എക്സോ വൈയോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. റൂട്ട് ഓഫ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി നമുക്ക് ഈ സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടി രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താകും, ഈ സ്ക്വയർ റൂട്ട് പോയി അല്ലെ. ഇനി ബാക്കിയുള്ളത് എന്തായിരിക്കും, എ സ്ക്വയർ പ്ലസ് എ മൈനസ് ദ ബി സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എ സ്ക്വയർ മൈനസ് 2ab, അതായത് 2 ഇൻറ്റു ബി ഇൻറ്റു 2, അപ്പൊ 4by പ്ലസ് 2y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4y സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇവിടെ പ്ലസ് ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവില്ലേ. അപ്പം ഞാൻ ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കളയുന്ന സാധനങ്ങൾ. ഇനി ബാക്കി എന്തുണ്ട്, മൈനസ് 4by ഇസ് ഈക്വൽ ടു ഈ 4y സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 4y സ്ക്വയർ. മൈനസും മൈനസും കട്ട് ചെയ്തു, 4ഉം 4ഉം കട്ട് ചെയ്തു, വൈ സ്ക്വയറിന്റെ വൈയും ഇപ്പുറത്തെ വൈയും കട്ട് ചെയ്തു. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു വൈ. ഇതിവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് നമുക്കിനി നെക്സ്റ്റ് ഇപ്പൊ പി എ വെച്ചിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി പി ബി വെച്ചിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ പി ബി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഓക്കെ. അപ്പൊ പി ബി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ മൈനസ് 2x ദ ഹോൾ സ്ക്വയർ, അതായത് എക്സിന്റെ ഡിഫറൻസ് സ്ക്വയർ പ്ലസ് വൈയുടെ ഡിഫറൻസിന്റെ സ്ക്വയർ is equal to root of ഒറിജിനിൽ നിന്നാകുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. രണ്ടും നേരത്തെ ചെയ്ത പോലെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോയി, ഇതിന്റെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab, അതായത് 2 ഇൻറ്റു എ ഇൻറ്റു 2x, അപ്പോൾ 4ax പ്ലസ് 2x ദ ഹോൾ സ്ക്വയർ, അപ്പോൾ 4x സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നേരത്തെ ചെയ്ത പോലെ ഇതിങ്ങോട്ട് വന്നാൽ മൈനസ് ആകും, സോ ഇത് രണ്ടും കട്ട് ചെയ്തു. ഇതിങ്ങോട്ട് വന്നാൽ മൈനസ് ആകും, ഇത് രണ്ടും മൈനസ് പ്ലസും മൈനസ് കട്ടായി പോവും. ഇനി ബാക്കി എന്തുണ്ട്, ഇസ് ഈക്വൽ ടു മൈനസ് 4ax ഇസ് ഈക്വൽ ടു ഈ 4x സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 4x സ്ക്വയർ. നേരത്തെ ചെയ്ത പോലെ പ്ലസ് ആയി, ഇത് രണ്ടും 4ഉം 4ഉം കട്ട് ചെയ്തു, ഈ എക്സും എക്സ് സ്ക്വയറും കട്ട് ചെയ്തു. അപ്പോൾ എ ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് എ ഇസ് ഈക്വൽ ടു എക്സും എക്സ് ഇസ് ഈക്വൽ ടു 8 എടുക്കാം അല്ലെ. അപ്പോൾ എയുടെയും ബിയുടെയും നമ്മുടെ കോർഡിനേറ്റ് എ കോമ ബി ആണ്. അപ്പോൾ എക്സ് കോമ വൈ അല്ലേ, ഓപ്ഷൻ ഇല്ലേ ഇവിടെ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എക്സ് കോമ വൈ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, if a circle drawn with origin as center, origin as center, ഒരു circle origin as center,
നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ പറയുന്നത്? ഇഫ് എ സർക്കിൾ ഡ്രോൺ വിത്ത് ഒറിജിൻ ആസ് സെന്റർ. അപ്പോൾ ഒറിജിൻ സെന്റർ നമുക്കിതിനെ ഒറിജിൻ എന്ന് പറയുമ്പോൾ 0 0 ത്രൂ പാസസ് ത്രൂ 13/2 0. ഒരു കാര്യം ശ്രദ്ധിക്കുക, 13/2 എന്ന് പറയുമ്പോൾ എക്സ് കോമ 0. വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് ഇതിലായിരിക്കും, എക്സ് ആക്സിസ് ആയിരിക്കും അല്ലെ. എക്സ് ആക്സിസിലാകുമ്പോഴാണ് വൈ കോർഡിനേറ്റ് 0 ആവുന്നത്. അപ്പോൾ എവിടെ ആയിരിക്കും? അതും പോസിറ്റീവ് ആകുമ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ഇവിടെ ആയിരിക്കും 13/2 വരാം. ഓക്കെ, 13/2 0. Then the point which does not lie in the interior. അപ്പോൾ ഈ തന്നേക്കണതിൽ ഏതാണ് ഇന്റീരിയറിൽ അല്ലാത്ത പോയിന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ആദ്യം തന്നെ നമുക്ക് റേഡിയസ് കണ്ടുപിടിച്ചാലല്ലേ ഇന്റീരിയർ ആണോ അല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലായാലേ ഇതെല്ലാം എത്രയാന്നുള്ളത്, എവിടെ ഒരു പോയിന്റ് എടുത്താലും എവിടെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. ഡയറക്റ്റ് നമുക്കറിയാം ഇത് ഇങ്ങനെ ആകുമ്പോൾ വൈ കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ആയിരിക്കും അതിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ 13/2 ആണ് റേഡിയസ്, അതായത് 6.5. ഇവിടെ നിൽക്കട്ടെ. ഇനി ഫസ്റ്റ് ഒരെണ്ണം ഞാൻ ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് നോക്കാം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. അപ്പൊ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഒറിജിൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇത് 9/16 പ്ലസ് 1, അതായത് 9 റൂട്ട് ഓഫ് 9 പ്ലസ് 16/16. That means root of 25/16. 5/4. അതായത് 1.25 ആവും. അതായത് ഇത് 6.5നേക്കാളും ചെറുതാണ്. സോ ഇത് ഇന്റീരിയറിലാണുള്ളത് അല്ലെ, അകത്താണ്. അപ്പൊ ഇതല്ല ആൻസർ. ബി എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 3.1 എന്നായിരിക്കും കിട്ടുക. അപ്പൊ ബിയുമല്ല ആൻസർ, അതായത് അതും ഇന്റീരിയർ പോർഷനിലാണ്. സി എടുക്കുമ്പോൾ നമുക്ക് 5.02 എന്നായിരിക്കും കിട്ടുക, ഇതും ഇന്റീരിയർ ആണ്. ഡി എടുക്കുമ്പോൾ നമുക്ക് 6.5 എന്നാണ് കിട്ടുക. നോക്കിയേ, ബാക്കിയെല്ലാം ലെസ് ദാൻ 6.5, ഇത് ഈക്വൽ ടു 6.5. ദാറ്റ് മീൻസ് ഇത് സർക്കിളിലാണ്. ഓക്കെ, റേഡിയസ് സെയിം ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഓൺ സർക്കിൾ. അപ്പൊ ഏതായിരിക്കും? 4th വൺ ആയിരിക്കും ഓപ്ഷൻ, അതായത് ഡി. ഓക്കെ, നെക്സ്റ്റ് വൺ. The fourth vertex D of a parallelogram ABCD whose 3 vertices are, എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പാരലലോഗ്രാമിന്റെ 3 വേർട്ടിസസ് നമുക്ക് തന്നിട്ടുണ്ട്. A -2 3, B 6 7, C 8 3. D നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ഈ D ആണെങ്കിൽ XY ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യൂസ് ചെയ്യണത് ഡയഗണൽസിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഡയഗണൽസ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അതായത് ഡയഗണൽസ് ബൈസെക്ട് ഇൻ എ പാരലലോഗ്രാം, ഡയഗണൽ ബൈസെക്ട്. പാരലലോഗ്രാം ആണെങ്കിൽ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അറിയാത്തവർക്കായിട്ട് ഞാൻ ഇത് പറഞ്ഞുതരാം. ഡയഗണൽസ് ഇവിടെ ഒരു ഡയഗണൽ ഇങ്ങനെ വരച്ചു, ഇപ്പുറത്തും, അപ്പൊ ഡയഗണൽസ് ആയി. സ്ട്രെയിറ്റ് ആയിട്ടാ വരക്കണേ. അപ്പോ ഇവിടെ ഈ O ആണ് പോയിന്റ് എങ്കിൽ ഇതും ഇതും ഈക്വൽ ആകും, ഇതും ഇതും ഈക്വൽ ആകും. ഓക്കെ, ഇത് 2 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും, ഇത് 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. അതാണ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഇത് എന്തായാലും അപ്പൊ മിഡ് പോയിന്റ് ആണ്. ഈ O എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്. നമുക്ക് ഇവിടത്തെ x1 y1 അറിയാം, x2 y2 അറിയാമെങ്കിൽ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കും? x1 + x2/2 y1 + y2/2. അപ്പോ ഇവിടത്തെ എക്സുകൾ കൂട്ടി /2 8 - 2 6/2 3, 3 + 3 6/2 3. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എത്രയാ? 3 3. നമുക്കിവിടെ ഈ ഭാഗം മാത്രമാണ് അറിയാത്തത്, ഈ ഭാഗം അറിയാം, മിഡ് പോയിന്റ് അറിയാം. അപ്പോ x1 + x2/2 ആണ് 3 അല്ലെ. ഇത് സെയിം തന്നെ മിഡ് പോയിന്റ്, ഇതിന്റെയും ഇതിന്റെയും മിഡ് പോയിന്റ് ആണ് 3. അപ്പൊ എക്സുകൾ കൂട്ടിയിട്ട് /2 ചെയ്യുമ്പോഴല്ലേ 3 കിട്ടണേ. അതായത് 6
പ്ലസ് എക്സ് ബൈ 2 ഇസ് ഈക്വൽ ടു 3. അപ്പൊ 6 പ്ലസ് എക്സ് എത്രയായി? 2 3s are 6. X is equal to 0. 6 minus 6 ചെയ്യുമ്പോൾ ഇനി 7 plus y by 2 is equal to 3. 7 plus y is equal to 2 into 3 6. Y is equal to 6 minus 7 minus 1. അപ്പൊ എന്താണ്? -1ഉം 0ഉം കിട്ടി. അപ്പൊ കോർഡിനേറ്റ് എഴുതുമ്പോൾ എക്സ് ആദ്യം എഴുതും, പിന്നെ y എഴുതും. ഇതാണ് ആൻസർ. ഇത് ഓപ്ഷനിലുണ്ടോ നോക്കിയേ. യെസ്, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the point P21 lies on the line segment joining the points A 4 2 and B 8 4, നമുക്കൊരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കാം. A 4 2 ആണ്, B 8 4 ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഇതാണ് 4 ആണെങ്കിലും 8 ആണെങ്കിലും ഈ 2 1നേക്കാളും വലിയ വാല്യൂസാണ്. ശരിയല്ലേ? 2 ആണെങ്കിലും 4. നമ്മൾ എക്സിന്റെ കോർഡിനേറ്റ്സ് നോക്കാം, 4ഉം 8ഉം 2നേക്കാളും വലുതാണ്. അതുപോലെ വൈയുടെ കോർഡിനേറ്റ്സ് നോക്കാം, 2ഉം 4ഉം 1നേക്കാളും വലുതാണ്. ശരിയല്ലേ? അപ്പോ ഒരിക്കലും ഈ എ ബി നമ്മളോട് എന്താ പറഞ്ഞത്? ലൈൻ സെഗ്മെന്റിലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഉള്ളിലാണെന്ന് ഇവിടെ പ്രത്യേകം എടുത്ത് അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ശ്രദ്ധിക്കുക. അത് രണ്ടും നമുക്ക് തന്നേക്കണ പോയിന്റ്സിനേക്കാളും ചെറിയ വാല്യൂ ആ. അതായത് ഇത് ഈ ലൈൻ സെഗ്മെന്റിൽ എയുടെ പുറകിൽ എവിടെയോ ആണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ തരുമ്പോ ഇൻസൈഡ് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു 5ഉം 1ഉം ആണ് തന്നിരുന്നെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ആവാം. ഓക്കെ, പക്ഷെ ഇതെന്തായാലും നമ്മള് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. 4 2 ഇപ്പൊ ഒരു ഇത് വരയ്ക്കുകയാണെങ്കിൽ 4 2 എന്ന് പറയുമ്പോൾ ഏകദേശം 4 ഇവിടെ ആണെങ്കിൽ 4 2 ഇവിടെ ആയിരിക്കും. 8 4 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും. 2 1 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ്, ഇതിന്റെ പുറത്തായിരിക്കും ഇത്. അപ്പൊ ആ ഒരു മൈൻഡ് എപ്പോഴും ചിന്തിക്കുക. എക്സിന്റെയും വൈയുടെയും സംഭവങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ കിട്ടും. ഇനി നമുക്കറിയാം എന്തെങ്കിലും സാധനം നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കാം, നമ്മൾ റേഷ്യോ ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓടി വരുന്ന സംഭവം നമ്മുടെ സെക്ഷൻ ഫോമിലായിരിക്കും. ആ സെക്ഷൻ ഫോമിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരാം. അപ്പോൾ ആ ടൈമിൽ കൺഫ്യൂഷൻ ആവും, ടെൻഷൻ ആവും. സോ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, എക്സും വൈയും ഈ തന്നേക്കണേനേക്കാളും ചെറുതാണോ വലുതാണോ? ചെറുതാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്റ്റൻസ് ഫോമിൽ യൂസ് ചെയ്തിട്ട് എ പി കണ്ടുപിടിക്കുക, എ ബി കണ്ടുപിടിക്കുക, പി ബി കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ഒരു സംഭവം ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് എ പി കണ്ടുപിടിക്കാം. എ പി ഇസ് ഈക്വൽ ടു നമുക്ക് ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചിട്ട് റൂട്ട് ഓഫ് എ പി അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് 4 - 2 the whole square എന്ന് പറയുമ്പോൾ 2 square പ്ലസ് 2 - 1 the whole square 1 square. അപ്പൊ എത്രയായി? റൂട്ട് ഓഫ് 2 square പ്ലസ് 1 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 4 പ്ലസ് 1 റൂട്ട് 5 ആയി. ഇനി എ ബി കണ്ടുപിടിക്കാം. എ ബി is equal to root of 8 - 4 the whole square 4 square plus 4 - 2 2 square is equal to root of 16 plus 4, അതായത് റൂട്ട് 20. റൂട്ട് 20 എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ 10 2 5 2 root 5 is equal to 2 root 5. ഓക്കെ, ഇനി പി ബി നോക്കാം. പി ബി is equal to root of പി ബി 8 - 2 the whole square, അതായത് 6 square plus 4 - 1 3 square. Root of 36 plus 9, that means root of 45. നമ്മൾ 45നെ 5 വെച്ചിട്ട് 9 3 3 അപ്പൊ 3 root 5. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം അറിയാം. റൂട്ട് 5 പ്ലസ് 2 root 5 ആണ് 3 root 5 അല്ലെ. അപ്പോൾ എ പി പ്ലസ് എ ബി ആണ് പി ബി. അറിയാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് എങ്ങനെ പറയാം? ഇതെന്ന് പറയുമ്പോ അപ്പോ ഇത് റൂട്ട് 5 ആയി, ഇത് 2 root 5 ആയി. ഇപ്പൊ ഇതേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരണം എന്നില്ല. ഇവിടെ 1 പാർട്ടാണ്, ഇവിടെ 2 ആണ്. അപ്പൊ മൊത്തം നമുക്ക് പറയണമെങ്കിൽ ഒന്നെങ്കിൽ എ പി ഇസ് ഈക്വൽ ടു 1/3 പി ബി എന്ന് പറയാം. ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ഇല്ല. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് വന്നേക്കുന്നത്.
PB is equal to 1/3 AB എന്നൊക്കെയാണ് വന്നേക്കുന്നത് അല്ലെ. അപ്പോൾ ഇതല്ല. AP is equal to PB അല്ല. പിന്നെ AP is equal to half AB. AP is equal to 1/3 AB ആണ്, PB അല്ല, ശ്രദ്ധിക്കണം. അപ്പൊ ഇതും അല്ല. പിന്നെ നോക്കി AP is equal to half AB. AB 2√5 ആണെങ്കിൽ അതിന്റെ ഹാഫ് ആണ്. ശരി. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നമ്മളപ്പോ ഇത് ചെയ്യാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? The perpendicular bisector of a line segment joining the points A15 and B46 cuts the y-axis. അപ്പൊ രണ്ട് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ A15ഉം B46ഉമാണ് നമുക്ക് തന്നേക്കുന്നത്. എന്നിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ ഒരു ലൈൻ അല്ലെ. അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പറഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കണം. അതാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ നേരെ നടുക്കുള്ള സെന്ററിലൂടെ പോണ ഒരു ലൈൻ, അതിലോട്ട് വരുന്ന ഒരു പോയിന്റ്, അത് വൈ ആക്സിസ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതെന്തായാലും വൈ ആക്സിസിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ 0, y എന്ന് നമുക്ക് അതിന് പേരിടാം. അതിന്റെ കോർഡിനേറ്റ് നമുക്ക് 0y ആയിട്ട് എടുക്കാം. ഇതിന് പി എന്ന് പറഞ്ഞ പേരിടാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം? പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ പോയിന്റ് ആയതുകൊണ്ട് AP is equal to PB ആയിരിക്കും. അപ്പൊ AP എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് റൂട്ട് ഓഫ് 1 - 0 the whole square എന്ന് പറയുമ്പോൾ 1 square പ്ലസ് y2 - y1 എന്ന് പറയുമ്പോൾ y - 5 the whole square is equal to root of 0 - 4 എന്ന് പറയുമ്പോൾ -4 square പ്ലസ് y - 6 the whole square. ഇനി ആ റൂട്ട് കളയാൻ രണ്ടിടത്തും സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോയി, ബാക്കി എന്തുണ്ട്? 1 square എന്ന് പറയുമ്പോൾ 1 പ്ലസ് a - b the whole square എന്ന് പറയുമ്പോൾ a square minus 2ab. അപ്പൊ 2 × y × 5 10y പ്ലസ് 5 square 25 is equal to 4 square എന്ന് പറയുമ്പോൾ റൂട്ട് എന്തായാലും പോയി സ്ക്വയർ ചെയ്തപ്പോൾ 16 പ്ലസ് a - b the whole square a square minus 2 × y × 6 12y plus 36. ഇനി y സ്ക്വയറും ഈ y സ്ക്വയറും കട്ടായി, അതായത് ഈ y സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ -y സ്ക്വയർ ആയി. ഒരു സ്റ്റെപ്പ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്? -10y plus 26 is equal to -12y plus 52 അല്ലെ. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം. -10y y ഉള്ള സംഭവങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്പേഴ്സ് അങ്ങോട്ട് കൊണ്ടുപോയി. ഇസ് ഈക്വൽ ടു 52 - 26. ഇപ്പൊ 2y is equal to 26, y is equal to 26/2 39. അപ്പൊ നമുക്ക് ഈ കോർഡിനേറ്റ് കിട്ടിയില്ലേ? 0 13 ആണെന്ന് കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 4p and 10 is 5. എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ റൂട്ട് ഓഫ് x2 - x1 എന്ന് പറയുമ്പോൾ 4 - 1 the whole square plus p - 0 the whole square is equal to 5. ഈ റൂട്ട് കളയാൻ വേണ്ടി രണ്ടിടത്തും സ്ക്വയർ ചെയ്താൽ മതി അല്ലെ. അപ്പൊ എന്തായി? 4 - 1 എന്ന് പറയുമ്പോൾ 3 square പ്ലസ് p square is equal to ഈ റൂട്ട് അങ്ങോട്ട് പോകുമ്പോൾ സ്ക്വയർ ആയി. അപ്പൊ 9 plus p square is equal to 25. p square is equal to ഈ 9 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? 25 minus 9 അതായത് 16. അപ്പോൾ p is equal to plus or minus root of 16 is equal to plus or minus 4. ഈ plus or minus ഇടാൻ മറക്കരുത്. എപ്പോഴും സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും plus or minus ഇടണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് വൺ, the point which divides the line segment joining 7 - 6 and 3 4 in the ratio 1:2 internally lies in which quadrant? ഏത് ക്വാഡ്രന്റിലാണെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തറിയാം? ഇത് സെക്ഷൻ ഫോർമുല വെച്ചിട്ടാണെന്നറിയാം. അപ്പൊ x1 അറിയാം, y1 അറിയാം, x2 അറിയാം, y2 അറിയാം, m-ഉം n-ഉം നമുക്കറിയാം. ഏതാ? 7 - 6 3 4 1 2. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യാം. by m plus n my2 plus ny1 by m plus n ചെയ്യുക. ഇത് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എക്സിന്റെ വാല്യൂ 17/3 എന്നും വൈയുടെ -8/3 എന്നും ആയിരിക്കും.
അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആണ് ആൻസർ വരിക അല്ലെ. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 4th quadrant ആയിരിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ വരെ കണ്ടുപിടിക്കുക. വെറുതെ കണ്ടിട്ട് നമുക്ക് ഇതാന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. സോ ഓക്കെ, നെക്സ്റ്റ് വൺ. ഇഫ് പി a by 3, 4 is the midpoint of the line segment. ഇതിന്റെ മിഡ് പോയിന്റ് നമുക്കറിയാം. മിഡ് പോയിന്റ് ഫോമിൽ എന്താണ്? x1 plus x2 by 2 y1 plus y2 by 2 അല്ലെ. അതാണ് നമുക്ക് a by 3യും 4ഉമായിട്ട് ഇവർ തന്നേക്കുന്നത്. x1 എന്ന് പറഞ്ഞാൽ എത്രയാ? -6 plus y1 x2 എന്ന് പറഞ്ഞാൽ -2 by 2 y1 എന്ന് പറഞ്ഞാൽ 5 plus 3 by 2 is equal to a by 3, 4. ഇതെന്തായാലും 8 by 2 4 തന്നെയാണ് നമുക്കറിയാം. ഓക്കെ, ഇനി ഇവിടെ -8 by 2 is equal to a by 3. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ -4 ആയി. ഇനി a is equal to ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ -4 into 3, അതായത് -12. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. നെക്സ്റ്റ് വൺ. A line intersects y-axis and x-axis at a point P and Q respectively. The midpoint of PQ, midpoint of PQ. ഇതാണ് midpoint of PQ. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു M ആയിട്ട് നമുക്ക് പേരിടാം. അപ്പോൾ then the coordinate of P and Q. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് y ആക്സിസിലല്ലേ ഉള്ളത്. അപ്പോൾ x കോർഡിനേറ്റ് 0, അപ്പോൾ 0y ആയിട്ട് നമുക്ക് ഇടാം. ഇത് x ആക്സിസിലാണ്, അപ്പോൾ ഇതിനെ x0 ആയിട്ട് നമുക്ക് ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഇത് മിഡ് പോയിന്റ് അല്ലേ. അപ്പോൾ x1 plus x2 by 2 y1 y2 by 2, അതാണ് എന്ത്? 2 minus 5. അപ്പൊ x1 എന്ന് പറയുമ്പോൾ x plus 0, x plus 0 എന്ന് പറഞ്ഞാൽ x by 2, 0 plus y. അപ്പൊ y by 2 is equal to 2, minus 5. അപ്പൊ x by 2 is equal to 2, y by 2 is equal to -10. അപ്പോൾ x is equal to 2 into 2 4 ആയി. y is equal to എത്രയായിരുന്നു? സോറി, ഇവിടെ -5 ആയിരുന്നു അല്ലെ. ഇവിടെ -5 ആയിരുന്നു. y is equal to -5 into 2 -10 ആയി. ഓക്കെ, നെക്സ്റ്റ് വൺ. The ratio in which the line segment joining the points 1, -7 and 6, 4 is divided by x-axis. x-axis ഡിവൈഡ് ചെയ്യുന്നതിന്റെ പോയിന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണ്? നമുക്ക് ഒറ്റ കാര്യം നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. നമ്മള് x1 is equal to 1, y1 is equal to -7. റേഷ്യോ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും റേഷ്യോ അറിയാത്ത റേഷ്യോ കണ്ടുപിടിക്കാൻ എടുക്കുമ്പോൾ k:1 ഫോമിലാണ് എടുക്കുക. അപ്പോൾ x1 is equal to 1, y1 is equal to -7, x2 is equal to 6, y2 is equal to 4, m is equal to k, n is equal to ഇത്. അപ്പോ mx2 plus nx1 by m plus n, my2 plus ny1 by m plus n is equal to നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? x ആക്സിസിലാണ് തന്നിട്ടുണ്ട് അല്ലെ. x ആക്സിസ് ആണെങ്കിൽ എന്താണ്? y കോർഡിനേറ്റ് 0. അപ്പോൾ x0 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. m എന്ന് പറയുമ്പോൾ k into 6, അതായത് 6k, k into 6. അപ്പോൾ 6k പ്ലസ് ഇനി nx1, അപ്പോൾ 1 into 1 by k plus 1, my2, അതായത് k into 4, 4k plus ny1, 1 into -7 by k plus 1 is equal to x, 0. നമുക്കറിയാവുന്ന സംഭവം ഇതാണ്. അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 4k minus 7 is equal to by k plus 1 is equal to 0 ആണ്. ഈ k plus ഇങ്ങോട്ട് വരുമ്പോൾ 0 ആയി. ഇനി 4k is equal to ഈ -7 അങ്ങോട്ട് വരുമ്പോൾ 7 ആയി. k is equal to 7 by 4, അതായത് 7:4 ആയിരിക്കും റേഷ്യോ. ഓക്കെ, അപ്പോ ഇത്രയും ഒരു പാർട്ട് 1 ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പാർട്ട് 2 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.